നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജനുവരി 26 തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. രോഗാവസ്ഥകളിൽ നിന്ന് മോചനവും ആരോഗ്യ സൗഖ്യവും ലഭിക്കുന്ന ദിവസമാണിത്. നല്ല കാര്യങ്ങൾ ചെയ്യാനും സമൂഹത്തിൽ നല്ല പേര് സമ്പാദിക്കാനും അവസരം ഉണ്ടാകും. ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്താൻ യോഗമുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. അല്ലാത്തപക്ഷം അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. വരവിൽ കവിഞ്ഞ ചെലവ് വരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക നിയന്ത്രണം ആവശ്യമാണ്. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാനും പ്രശസ്തി വർദ്ധിക്കാനും ഇടയുള്ള ശുഭദിനമാണിത്. പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുകയും അവ സാഫല്യത്തിലെത്തുകയും ചെയ്യും. അപ്രതീക്ഷിത സമ്മാനങ്ങളും ഭക്ഷണസുഖവും ഇന്ന് അനുഭവപ്പെടും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരാനും ഇഷ്ടഭക്ഷണം കഴിച്ച് സമയം ചെലവഴിക്കുവാനും സാധിക്കും. ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാനും അവ വിജയകരമായി നടപ്പിലാക്കാനും ഈ ദിവസം സഹായിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഏതു ജോലി ചെയ്താലും അതിൽ പൂർണ്ണമായ മാനസിക തൃപ്തി കണ്ടെത്താൻ പ്രയാസപ്പെടും. അന്യദേശത്ത് താമസിക്കേണ്ട ആ സാഹചര്യം ഉണ്ടാകുമെങ്കിലും അതിൽ സ്ഥിരത കുറയാൻ ഇടയുണ്ട്. തീരുമാനങ്ങളിൽ വിവേകം കാണിക്കേണ്ട സമയമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വ്യക്തിബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായി അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. അനാവശ്യമായ ഉത്കണ്ഠകളും ആരോഗ്യ പ്രശ്നങ്ങളും ഇന്ന് അലട്ടാൻ ഇടയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ധനപരമായ നേട്ടങ്ങളും തൊഴിൽ വിജയവും ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ശാരീരികമായ അസ്വസ്ഥതകൾ മാറി ആരോഗ്യം സൗഖ്യലഭ്യം. ഉല്ലാസയാത്രകൾക്ക് പോകാനും ഉന്മേഷം നിലനിർത്താനും ഇന്ന് സാഹചര്യം ഉണ്ടാകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. രോഗശാന്തിയും ശത്രുനാശവും ഫലമാണ്. കുടുംബജീവിതത്തിൽ വലിയ സൗഖ്യവും സന്തോഷവും അനുഭവപ്പെടും. സാമ്പത്തികമായി ഉന്നതിയിലെത്താനും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കാനും ഇന്ന് യോഗമുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കരാറുകളിലോ പണമിടപാടുകളിലോ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. വഞ്ചിക്കപ്പെടാനോ സാമ്പത്തിക നഷ്ടത്തിനോ സാധ്യതയുള്ളതിനാൽ വിശ്വസ്തത ഉറപ്പുവരുത്തണം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടാനും ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം ഉദര സംബന്ധമായ അസുഖങ്ങൾ അലട്ടിയേക്കാം. സഹപ്രവർത്തകരുമായ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഗുണകരമാകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സർവ്വകാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. സാമ്പത്തികമായ പുരോഗതിയും തൊഴിൽപരമായ നേട്ടങ്ങളും മനസ്സിന് സന്തോഷം നൽകും. സമൂഹത്തിൽ അംഗീകാരവും കീർത്തിയും വർദ്ധിക്കുന്ന ശുഭദിനമായിരിക്കും ഇന്ന്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വാത ഉദര രോഗങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യമോ അന്യദേശവാസമോ ഉണ്ടായേക്കാം. ഓരോ പ്രവർത്തനത്തിലും ഈശ്വരചിന്തയോടെ മുന്നേറുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.